കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? പറയാനും കേൾക്കാനും. കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ട ഒരു കൃതി നമുക്കുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ ഇതിഹാസമായ മഹാഭാരതം. പഴയ കാലത്തെ കാവ്യങ്ങളൊക്കെ മിക്കവാറും അങ്ങനെ എഴുതപ്പെട്ട തന്നെയാണ്. പക്ഷേ മഹാഭാരതം വളരെ വലിയൊരു കൃതിയാണ്. ഒരുപാട് കഥകളുണ്ടതിൽ. കേട്ടാലോ? അവധിക്കാലല്ലേ, രസമായിരുന്ന് കേൾക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും പറഞ്ഞുതരാം. ധർമ്മവും അധർമ്മവും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അതിൽ ധർമ്മത്തിന് വിജയം കിട്ടുന്ന കഥയാണ് മഹാഭാരതം എന്ന് പറയാറുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ധർമ്മം. തെറ്റായിട്ടുള്ളത് അധർമ്മവും. ശരികളുണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, രണ്ടുമുണ്ട്. ചിലപ്പോൾ വലിയ വലിയ ശരികളുടെ ഇടയിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. വലിയ വലിയ തെറ്റുകളുടെ ഇടയിൽ ചെറിയ ചെറിയ ശരികളും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് നന്നായി പറഞ്ഞു തരും മഹാഭാരതം. മൊബൈൽ ഗെയിമും നോക്കിയിരുന്ന് കണ്ണ് കേടുവരുത്തണ്ട. കണ്ണടച്ചിരുന്ന് കഥ കേൾക്കാം. അകക്കണ്ണുകൊണ്ട് കാണാം, മനസ്സുകൊണ്ട് ചിന്തിക്കാം. അതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട് മഹാഭാരതം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ?